രാജാവ് കളി 8 മടക്കി വിജയൻ പോക്കറ്റിലിട്ടോളണം. കൂടുതൽ തമ്പ്രാൻ കളിയുമായി ഇങ്ങോട്ട് വന്നേക്കരുതെന്ന ലൈനിൽ CPI. രാജാവ് കളിക്കാൻ ചെന്ന് ജനം ഒടിച്ചും അടക്കി മൂലക്കിരുത്തിയില്ലേ? ഇനിയെങ്കിലും നന്നായി കൂടെ എന്ന് പച്ചയ്ക്ക് ചോദിച്ച് CPI കനപ്പിക്കുമ്പോൾ ഹാലിളകി നിൽക്കുകയാണ് പിണറായി. ഒരിഞ്ച് പിന്നോട്ടേക്കില്ലാതെ CPM-നെയും പിണറായിയെയും കടിച്ചുകീറി CPI സ്കോർ ചെയ്യുന്നു. ഒന്ന് പിളർന്നാണ് രണ്ടായത്. ഈ പോക്കാണെങ്കിൽ പുറത്തേക്ക് പോകാൻ തന്നെയാണ് CPI തീരുമാനം. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് പിന്നാലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഏകപക്ഷീയമായ ശൈലിക്കെതിരെ CPI കടുപ്പിക്കുകയാണ്. സെപ്റ്റംബർ 10-ന് ചേരാൻ നിശ്ചയിച്ചിരിക്കുന്ന CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ ഉണ്ടായേക്കും. വരാനിരിക്കുന്ന LDF യോഗം പൂർണ്ണമായും ബഹിഷ്കരിക്കണമെന്ന ശക്തമായ ആവശ്യമാണ് പാർട്ടിയിലെ ഭൂരിഭാഗം നേതാക്കളും മുന്നോട്ട് വയ്ക്കുന്നത്. അതിന്റെ കൂടെ CPM CPI പത്രങ്ങൾ പരസ്പരം വെടിവെപ്പ് തുടങ്ങിയിട്ടുണ്ട്. പിണറായിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് CPIയുടെ ജനയുഗം പത്രത്തിൽ വന്ന ലേഖനത്തിൽ പൊള്ളി നിൽക്കുകയാണ് ഇപ്പോൾ CPM. ഇതിന് മറുപടി കൊടുക്കാൻ ദേശാഭിമാനി ഇങ്ങനെ വെപ്രാളപ്പെട്ട് നിൽക്കുന്നു. ലേഖനത്തിൽ കലിപൂണ്ട് ഡയലോഗ് അടിച്ചുവന്ന ശിവൻകുട്ടിയെ പറപ്പിച്ച് CPI വീണ്ടും രംഗത്ത്. ഇതോടെ ഇടതുപക്ഷത്ത് കൂട്ടയടി തുടങ്ങിയിരിക്കുകയാണ്. CPM CPI പോര് കടുത്ത രാഷ്ട്രീയ ഏറ്റുമുട്ടലിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പിണറായി വിജയന്റെ നിലപാടിനെതിരെ CPI മുഖപത്രമായ ജനയുഗത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മൊകേരി എഴുതിയ ലേഖനമാണ് പുതിയ വിവാദത്തിന് വഴിവെച്ചത്. മുന്നണി രാഷ്ട്രീയത്തിൽ പാലിക്കേണ്ട മര്യാദയും ധാർമ്മികതയും പിണറായി വിജയന്റെ പ്രസ്താവനയിൽ ഉണ്ടായില്ല എന്നാണ് ലേഖനത്തിലെ വിമർശനം. ഇതിന് പിന്നാലെ CPIക്കെതിരെ രൂക്ഷ വിമർശനവുമായി ശിവൻകുട്ടി രംഗത്ത് വന്നത്. പിണറായി വിജയന്റെ ഏകപക്ഷീയ നിലപാട് LDFനെ ശക്തിപ്പെടുത്താനാണോ ദുർബലപ്പെടുത്താനാണോ എന്ന ചോദ്യമായിരുന്നു ജനയുഗം ലേഖനം ഉയർത്തിയത്. ക്യാപ്റ്റനെ പറഞ്ഞപ്പോൾ തന്നെ അങ്ങ് ശിവൻകുട്ടിക്ക് പൊള്ളി. ഉടനെ അങ്ങ് ചാടിയിറങ്ങി കലിപ്പിച്ചു. CPI ആണ് രാഷ്ട്രീയ മര്യാദ ലംഘിച്ചതെന്ന് ശിവൻകുട്ടി അലറി. ശിവൻകുട്ടി നടത്തിയ പ്രതികരണം LDFലെ ഭിന്നത കൂടുതൽ പരസ്യമാക്കി. മുന്നണിയെ ശക്തിപ്പെടുത്താൻ താൽപര്യപ്പെടാത്ത പാർട്ടിയാണ് CPI എന്നും CPI ആണ് രാഷ്ട്രീയ മര്യാദ ലംഘിച്ചതെന്നും ശിവൻകുട്ടി ആരോപിച്ചു. ജനയുഗത്തിൽ ലേഖനം പ്രസിദ്ധീകരിച്ചത് നിർഭാഗ്യകരമാണെന്നും ശിവൻകുട്ടി പറഞ്ഞു. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ സ്വീകരിച്ച നടപടി ജനാധിപത്യപരമാണെന്നാണ് ശിവൻകുട്ടിയുടെ വാദം. ഈ പദവി നേരത്തെയും CPM ആണ് കൈകാര്യം ചെയ്തിരുന്നതെന്നും അത് മാറേണ്ട സാഹചര്യമില്ല എന്നും ശിവൻകുട്ടി ആവർത്തിച്ചു. മുന്നണിക്കുള്ളിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ പത്രങ്ങളിലൂടെ പുറത്തു പറയുന്ന രീതിയെയും ശിവൻകുട്ടി ചോദ്യം ചെയ്തു. തങ്ങളുടെ ഭാഗമാണ് ശരിയെന്നും ഞങ്ങൾ പിടിച്ച മുയലിനാണ് 4 കൊമ്പ് എന്ന പക്ഷക്കാരനായിട്ട് ഇപ്പോൾ ശിവൻകുട്ടി നിൽക്കുകയാണ്. അതായത് പിണറായി രായാവ് തന്നെയാണെന്ന് ശിവൻകുട്ടിയും അങ്ങ് പറഞ്ഞു വെക്കുന്നു. ഈ രായാവ് കളിക്കാണ് അടി കിട്ടിയത്, എന്നിട്ടും ഇവർ പാഠം പഠിക്കുന്നില്ല. എന്തായാലും CPI അങ്ങനെ പിണറായി വിജയനെയും CPM-നെയും ഭയക്കാൻ ഒട്ടും സൗകര്യമില്ല, നിങ്ങളുടെ രാജാവ് കളി അങ്ങ് AKG സെന്ററിൽ കൊണ്ട് വെച്ചാൽ മതി എന്ന ഒരു നിലപാടിലാണ് CPI നിൽക്കുന്നത്. കലഹത്തിന് ശരിക്കും വഴിവെച്ചത് ആരാണ്? അത് പിണറായി വിജയന്റെ ധാർഷ്ട്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ LDFന്റെ കനത്ത പരാജയത്തിന് പിന്നാലെയായിരുന്നു പ്രതിപക്ഷ ഉപനേതാവ് പദവി CPI ഉന്നയിച്ചത്. മുന്നണിയിലെ കൂട്ടായ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് എന്നാണ് CPIയുടെ വിശദീകരണം. പിണറായി വിജയൻ നടത്തിയ പ്രസ്താവനയാണ് പക്ഷേ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. ഉപനേതാവിനെ നിശ്ചയിച്ച് സ്പീക്കർക്ക് കത്ത് കൊടുക്കേണ്ടത് ഞാനാണ്, അത് കൊടുത്താൽ ഉപനേതാവ് വരും, CPIM നേതാവിന്റെ പേര് കൊടുക്കും എന്നായിരുന്നു പിണറായി വിജയന്റെ പ്രതികരണം. ഇതോടെയാണ് പ്രതിപക്ഷ ഉപനേതാവിനെ തീരുമാനിക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ അധികാര പരിധിയിലുള്ള കാര്യമാണോ അതോ CPIയും CPM-ഉം ഉൾപ്പെടുന്ന മുന്നണി ചർച്ചയിലൂടെ തീരുമാനിക്കേണ്ട രാഷ്ട്രീയ വിഷയമാണോ എന്ന ചോദ്യം ഉയർന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കമായി തോന്നുമെങ്കിലും CPIയുടെ ലേഖനം ഉയർത്തുന്നത് അതിനേക്കാൾ വലിയ രാഷ്ട്രീയ ചോദ്യങ്ങളാണ്. വലിയ പാർട്ടിയായ CPM-ന് സ്വാഭാവികമായും കൂടുതൽ രാഷ്ട്രീയ സ്വാധീനമുണ്ട്. എന്നാൽ മുന്നണിയിലെ മറ്റ് പാർട്ടികൾക്ക് തുല്യമായ രാഷ്ട്രീയ ബഹുമാനവും തീരുമാനമെടുക്കുന്നതിൽ പങ്കാളിത്തവും ഉറപ്പാക്കേണ്ടതുണ്ട് എന്നാണ് CPIയുടെ വാദം. മറുവശത്ത് വർഷങ്ങളായി LDFന്റെ നേതൃത്വം CPM-നാണ്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ നിയമസഭയിലെ പ്രതിപക്ഷ നേതൃത്വവുമായി ബന്ധപ്പെട്ട ഭരണഘടനാപരവും പ്രായോഗികപരവുമായ ചുമതലകൾ നിർവഹിക്കേണ്ടതുണ്ട് എന്നാണ് CPM പക്ഷത്തിന്റെ വാദം.
അതിനാൽ പദവിയുടെ അവകാശത്തിനപ്പുറം മുന്നണിയിലെ അധികാര സന്തുലനമാണ് തർക്കത്തിന്റെ കാതൽ. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു കാര്യവും കൂടിയുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്ന കസേരയിൽ പിണറായി വിജയൻ അട്ടർ വേസ്റ്റ് ആണ് എന്ന് തുടക്കത്തിലെ നിയമസഭാ സമ്മേളനങ്ങൾ തന്നെ തെളിയിച്ചിരുന്നു. ഇതിനുശേഷമായിരുന്നല്ലോ CPM-ൽ തന്നെ ഒരു തർക്കം ഉടലെടുത്തത്. അതായത് പ്രതിപക്ഷ നേതാവ് കസേരയിൽ നിന്ന് പിണറായി വിജയൻ മാറി നിൽക്കണം, മറ്റൊരാളെ അവിടേക്ക് കൊണ്ടുവരണം എന്നുള്ളത്. അതായത് പിണറായിക്ക് പിടിപ്പില്ല എന്ന് കണ്ടപ്പോൾ CPM-ൽ തന്നെ ഉയർന്ന ചർച്ചയാണത്. അങ്ങനെയാണ് KN ബാലഗോപാൽ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലേക്ക് വരണം എന്നുള്ള വലിയ ആവശ്യം ഉയർന്നതും ബാലഗോപാൽ തനിക്കൊരു തിരിച്ചടിയാകുന്നു, തനിക്കൊരു തടസ്സമാകുന്നു എന്ന് പിണറായി കണ്ടതും പിന്നീട് ബാലഗോപാലിനെ ഒതുക്കാനുള്ള നീക്കമായിരുന്നു പിണറായി വിജയന്റെയും കൂട്ടരുടെയും ഭാഗത്തു നിന്നുണ്ടായത്. ഇതിപ്പോൾ പിണറായി വിജയന് ഞാൻ തന്നെ ഭരിക്കും, പ്രതിപക്ഷ നേതാവാണെങ്കിലും അവിടെ ഇരുന്നു കൊണ്ട് ഞാൻ തന്നെ പ്രതിപക്ഷത്തെ നയിക്കും, ഞാൻ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു ധാർഷ്ട്യമാണ്. ഞാനല്ലാതെ മറ്റാരുണ്ട് എന്നുള്ള ധാർഷ്ട്യം പിണറായി വിജയൻ ഇവിടെ എടുക്കുകയാണ്. എന്നാൽ ഈ ധാർഷ്ട്യം ഞങ്ങൾക്ക് അംഗീകരിച്ച് തരാൻ കഴിയില്ല എന്നാണ് CPI പറയുന്നത്. ഇന്നിപ്പോൾ പിണറായിക്കും CPM-ന് നേരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ച് രംഗത്തേക്ക് വരുന്ന CPI ഇത് കുറച്ച് മുൻപ് ചെയ്യേണ്ടതായിരുന്നു. 10 വർഷക്കാലത്ത് പിണറായി വിജയന്റെ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഭരണകാലത്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ശക്തമായി പ്രതികരിച്ചിരുന്നുവെങ്കിൽ ഇത്രത്തോളം വലിയ തിരിച്ചടിയും തോൽവിയും ഉണ്ടാകുമായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ CPI തങ്ങൾക്കൊരു റോളും ഇല്ല എന്ന് കണ്ട ഘട്ടത്തിലാണ് ശക്തമായി പ്രതികരിച്ച് രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇങ്ങനെ CPM-ഉം CPI-യും തമ്മിലുള്ള ആ പോര് ഗ്യാലറിയിൽ ഇരുന്ന് കണ്ട് രസിക്കുകയാണ് UDF. കാരണം ഒരവസരം കിട്ടിയാൽ ഈ പറയുന്ന ഇടതുപക്ഷത്ത് നിന്ന് CPI-യെ റാഞ്ചാൻ നോക്കിയിരിക്കുകയാണ് UDF-കാർ. മുൻപും കോൺഗ്രസിനൊപ്പം നിന്ന ഒരു ചരിത്രം CPI-ക്കുണ്ടല്ലോ. എന്തായാലും വരും കാലത്ത് കണ്ടറിയണം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. പിണറായി വിജയന്റെ ധാർഷ്ട്യമാണെങ്കിൽ പാർട്ടിക്ക് പുറത്തേക്ക് പോകാൻ തന്നെയാണ് CPI-യുടെ തീരുമാനം. ഇപ്പോഴെന്തായാലും വലിയൊരു പൊട്ടിത്തെറിക്ക് വഴിവെച്ചിരിക്കുന്നത് സത്യൻ മൊകേരിയുടെ ജനയുഗത്തിലെ ആ ലേഖനമാണ്. ആ ലേഖനം അതിന്റെ പൂർണ്ണ രൂപം നമുക്കൊന്ന് നോക്കാം. പ്രതിപക്ഷ ഉപനേതാവ് വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നടത്തിയ പ്രസ്താവന മുന്നണി മര്യാദകളുടെ തികഞ്ഞ ലംഘനവും മുന്നണി രാഷ്ട്രീയത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട ധാർമ്മികതയില്ലായ്മയുമായി മാത്രമേ കാണാൻ കഴിയൂ. ഒന്നിലധികം രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയമായ പൊതുലക്ഷ്യത്തിനു വേണ്ടി രൂപീകരിക്കുന്ന സംവിധാനമാണ് മുന്നണി. താൻ തീരുമാനിക്കും, എല്ലാം താനാണ് എന്ന ഭാവം മുന്നണിയുടെ കൂട്ടായ പ്രവർത്തനത്തിന് സഹായകരമല്ല, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനും യോജിച്ചതുമല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തെ തുടർന്ന് LDF-ൽ കൂട്ടായ പ്രവർത്തനത്തിന് CPI മുന്നോട്ട് വെച്ചതാണ് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം. CPI-യുടെ നിർദ്ദേശം വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് അതിനെയെല്ലാം മറികടന്ന് പ്രസ്താവന നടത്തിയത്. പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്, ഉപനേതാവിനെ നിശ്ചയിച്ച് സ്പീക്കർക്ക് കത്തുകൊടുക്കേണ്ടത് ഞാനാണ്, അത് കൊടുത്താൽ ഉപനേതാവ് വരും, CPIM നേതാവിന്റെ പേര് കൊടുക്കും. പ്രതിപക്ഷ ഉപനേതാവിന്റെ കാര്യം രാഷ്ട്രീയ വിഷയമാണ്. പ്രതിപക്ഷ നേതാവിന് സ്വന്തം നിലയിൽ തീരുമാനിക്കാൻ കഴിയില്ല. CPIM തമ്മിൽ ചർച്ചകൾ നടന്നു വരികയാണ്. രണ്ട് പാർട്ടികളുടെയും ദേശീയ നേതൃത്വങ്ങളുടെ മുന്നിലുള്ള വിഷയവുമാണ്. CPIM ചർച്ചകളിൽ ഒന്നും തന്നെ പ്രതിപക്ഷ നേതാവ് കത്ത് കൊടുക്കുന്നതിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുമില്ല. പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ കത്ത് കൊടുക്കുമോ എന്ന് പറയാൻ പ്രേരിപ്പിച്ചത് എന്താണ്? പ്രേരണ ഇടതുപക്ഷ രാഷ്ട്രീയം അല്ല എന്ന് വ്യക്തമാണ്. LDF കൺവീനർ TP രാമകൃഷ്ണൻ MN സ്മാരകത്തിലെത്തി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി പ്രതിപക്ഷ ഉപനേതാവ് LDF യോഗം വിളിക്കേണ്ട കാര്യങ്ങൾ എന്നിവ ഉൾപ്പെടെ ചർച്ച ചെയ്തതാണ്. തുടർന്ന് LDF യോഗം വിളിക്കാനും മുന്നണിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും പ്രതിപക്ഷ നേതാവ് വിഷയം തടസ്സമാകേണ്ട എന്ന ധാരണയായി. LDF സംസ്ഥാന കമ്മിറ്റിയുടെ മുൻപിലും ആ വിഷയം ഇപ്പോൾ വരേണ്ട എന്നും ധാരണയുണ്ടായിരുന്നു. രണ്ട് പാർട്ടികളുടെയും ദേശീയ സംസ്ഥാന നേതൃത്വത്തിലുള്ള വിഷയം എന്ന നിലയിലാണ് കണ്ടത്. കേരള രാഷ്ട്രീയവും പ്രവർത്തനങ്ങളുമായി LDF സംസ്ഥാന കമ്മിറ്റിയുടെ അജണ്ടയിൽ പ്രധാനമായി ഉണ്ടായിരുന്നത് 12 ജില്ലകളിലായി 38 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന്റെ വിജയത്തിനായി കൂട്ടായി പ്രവർത്തിക്കുവാനും LDF-ന്റെ ജില്ലാ, മണ്ഡലം, പ്രാദേശിക തല സമിതികൾ ഓഗസ്റ്റ്, നവംബർ മാസങ്ങളിലായി ചേരുന്നതിനും മുന്നണി സംവിധാനം ശക്തിപ്പെടുത്തുവാനും ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന്റെ വിജയം പരമാവധി ഉറപ്പുവരുത്തുന്നതിനായി കൂട്ടായി പ്രവർത്തനങ്ങൾ നടത്തണമെന്നും തീരുമാനിച്ചാണ് LDF യോഗം പിരിഞ്ഞത്. യോഗത്തിന്റെ അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവായിരുന്നു. മുന്നണിയുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ പ്രാധാന്യം പ്രതിപക്ഷ നേതാവും വിശദീകരിച്ചു.